ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ്. പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. അതിൽ ലാസ്റ്റ് യൂണിറ്റ് എംബ്രേസിങ് ഡിഫറൻസസ് എന്ന യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്റർ എ ഫ്രണ്ട് ലൈക്ക് സൈമൺ, ആ ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ പാഠത്തിൻ്റെ ആക്ടിവിറ്റീസ്, അതിൻ്റെ ആൻസേഴ്സ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇത്. നമ്മുടെ പാർട്ട് 1 പാർട്ട് 2 എന്നായിട്ടാണ് നമ്മൾ ക്ലാസ് ചെയ്തിരിക്കുന്നത്. പാർട്ട് 1-ൽ മലയാളം എക്സ്പ്ലനേഷനും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമ്മളുടെ പാർട്ട് 2 ക്ലാസ്സാണ്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. എ ഫ്രണ്ട് ലൈക്ക് സൈമൺ എന്നാണ് കേട്ടോ ചാപ്റ്ററിൻ്റെ പേര് വരുന്നത്. ആദ്യത്തെ ആക്ടിവിറ്റി, ഇമാജിൻ യു ആർ മീറ്റിംഗ് എ ചൈൽഡ് ഇൻ യുവർ നൈബർഹുഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഹൗ വുഡ് യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്? നിങ്ങൾ നിങ്ങളുടെ അയൽപ്പക്കത്തെ ഒരു കുട്ടിയെ മീറ്റ് ചെയ്യാണ് ആദ്യമായിട്ട് എങ്കിൽ നിങ്ങൾ എങ്ങനെ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യും? നിങ്ങൾ അവർക്ക് നിങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കും. നോക്കാം. Hi, I am Neeraj. I am a student in Standard 6 in GHSS Palakkad. My parents are Rahul and Maya. My father is a police officer and my mother is a bank employee. ഓക്കെ, അപ്പോൾ എൻ്റെ പേര് നീരജാണ്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. പാരൻസിൻ്റെ പേര് ആദ്യം പറയുക. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാട്ടോ ഇവിടെ. രാഹുൽ ആൻഡ് മായ, അച്ഛൻ പോലീസ് ഓഫീസർ, അമ്മ ബാങ്ക് എംപ്ലോയി ആണ്. വി ലിവ് ഇൻ റോബിൻസൺ. ഞങ്ങൾ റോബിൻസൺ അവന്യൂവിലാണ് താമസിക്കുന്നത്. ഇത് വേണ്ട കേട്ടോ, ഞാൻ കട്ട് ചെയ്തത് നിങ്ങൾ നോട്ട് ചെയ്യണ്ട. റോബിൻസൺ അവന്യൂ എന്ന് മാത്രം മതി. മേ ഐ നോ യുവർ നെയിം? നിങ്ങളുടെ പേരെന്താണ് ചോദിക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരാളെ നമ്മൾ പരിചയപ്പെടുന്നത്, അല്ലേ? നെക്സ്റ്റ് വരുന്നത്, മാത്യു വാസ് ടോക്കിംഗ് അബൌട്ട് സൈമൺ ടു ഹിസ് ഫ്രണ്ട് ഡോളി. വാട്ട് മൈറ്റ് ബി ദേ ടോക്ക് അബൌട്ട്? അപ്പോൾ എന്താണ് പറയുന്നത്? മാത്യു ഡോളി എന്ന ഫ്രണ്ടിനോട് നമ്മുടെ സൈമണെ കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയായിരിക്കും അവർ സംസാരിക്കുന്നുണ്ടാവുക എന്നാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. നോക്കാം. മാത്യു, ഇത് അപ്പുറത്ത് നോക്കാം കേട്ടോ, കറക്റ്റായിട്ട് ഈ പേജിലുണ്ട്. മാത്യു, ഡോളി, ഡിഡ് യു നോ ഐ ഹാവ് എ ന്യൂ ഫ്രണ്ട് കോൾഡ് സൈമൺ? ഡോളി, നിനക്കറിയാമോ എനിക്കൊരു പുതിയ ഫ്രണ്ടിനെ കിട്ടി, സൈമൺ. അപ്പോൾ ഡോളി ചോദിക്കുകയാണ്, ഓ റിയലി, ഹൗ ഇസ് ഹി? ശരിയാണോ? എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ്. അവൻ എങ്ങനെയുണ്ടെന്ന്. മാത്യു, വെൽ ഹീസ് എ ലിറ്റിൽ ഡിഫറെൻറ്റ്. നല്ലതാ, പക്ഷെ കുറച്ച് വ്യത്യാസമാണ് എന്ന് പറയാം. അപ്പോൾ ഡോളി, വാട്ട് ഡു യു മീൻ ബൈ എ ലിറ്റിൽ ഡിഫറെൻറ്റ്? ഏന്നുണ്ട് ഇവിടെ. എ ലിറ്റിൽ ഡിഫറെൻറ്റ് പറഞ്ഞാൽ എന്താ നീ അർത്ഥമാക്കുന്നത്? മാത്യു, ഹി ലൈക്സ് ടു ബി അലോൺ ആൻഡ് ഡോണ്ട് വാണ്ട് ടു മിങ്കിൾ വിത്ത് അതേഴ്സ്. അവൻ എപ്പോഴും ഒറ്റയ്ക്കിരിക്കാനാണ് ഇഷ്ടം, മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ താല്പര്യമില്ല. ഡോളി, ഐ തിങ്ക് ഹീസ് എൻ ഇൻട്രോവേർട്ട്. എനിക്ക് തോന്നുന്നു അവനൊരു ഇൻട്രോവേർട്ടാണ്. മാത്യു, he sometimes gets upset when he hears the bell rang or when he asked to move from his seat. അവൻ ചിലപ്പോഴൊക്കെ അപ്സെറ്റ് ആവാറുണ്ട്. സ്കൂളിൽ ബെല്ലടിക്കുന്നത് കേൾക്കുമ്പോഴും സീറ്റിൽ നിന്ന് മാറിയിരിക്കേണ്ട അവസ്ഥ വരുമല്ലോ. നമ്മുടെ സീറ്റിൽ നിന്ന് നമുക്ക് വേറെ സീറ്റിലേക്ക് ഇരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോഴൊക്കെ അസ്വസ്ഥനാവാറുണ്ട് ഡോളി. ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ടു കൺസൾട്ട് എ സൈക്യാട്രിസ്റ്റ്. അവൾ പറയാണ്, ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കുന്നത് നല്ലതായിരിക്കും. ഹൂ ക്യാൻ ഹെൽപ്പ് ഹിം ടു ഓവർകം ദീസ് കൈൻഡ് ഓഫ് ഫിയേഴ്സ്. ഇങ്ങനെയുള്ള ഭയങ്ങളിൽ നിന്ന് ഓവർകം ചെയ്യാൻ അത് സഹായിക്കുമെന്ന് ഡോളി പറയുകയാണ്. മാത്യു, ബട്ട് ഹീസ് ഗെറ്റിംഗ് ബെറ്റർ നൗ. പക്ഷെ അവനിപ്പോൾ ബെറ്റർ ആവുന്നുണ്ട്. ഡോളി, ഓ നൈസ്, ദാറ്റ്സ് എ ഗുഡ് ന്യൂസ്. ഓ, അത് നല്ല കാര്യമാണ്, അത് നല്ലൊരു ന്യൂസാണ്. ഇവിടെ രസം ഉണ്ട്. ദാറ്റ്സ് എ ഗുഡ് ന്യൂസ്, കീപ് ഹെൽപ്പിങ്. അവനെ ഹെൽപ്പ് ചെയ്യൂ എപ്പോഴെന്ന് പറയാണ് കേട്ടോ. മാത്യു, ഷുവർ, ഓക്കെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഇനിയും ആഡ് ചെയ്യാം കേട്ടോ. ഞാനത് ഷോർട്ട് ആക്കിയിട്ടുള്ളൊരു കോൺവെർസേഷനാണിത്. നെക്സ്റ്റ് വരുന്നത് നമുക്ക്, എ ഫ്യൂ ഇവൻറ്റ്സ് റിലേറ്റഡ് ടു സൈമൺ ആർ ഗിവൺ ബിലോ, അറേഞ്ച് ദം ആസ് ദേ ഹാപ്പൻഡ് ഇൻ ദ സ്റ്റോറി. അപ്പോൾ ആ സൈമണിൻ്റെ കുറച്ച് ഇവൻറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. സ്റ്റോറിയിൽ അത് സംഭവിച്ച ഓർഡറിൽ നമുക്ക് എഴുതണം. ആദ്യം വരുന്നത് ഇതാണ്. സംടൈംസ് സൈമൺ വുഡ് ഗെറ്റ് ഹെൽപ്പ് വിത്ത് ഹിസ് വർക്ക് ഫ്രം എ സ്പെഷ്യൽ ടീച്ചർ. ചില സമയത്ത് സൈമണിന് സ്പെഷ്യൽ ടീച്ചറിൻ്റെ സഹായം കിട്ടാറുണ്ട്. രണ്ടാമത് വരുന്നത് ഇതാണ്. സൈമൺ ഓൾവേസ് ലൈക്ക്ഡ് ടു അറേഞ്ച് ദ ബുക്സ് ആൻഡ് പെൻസിൽസ് ഓൺ ഹിസ് ഡെസ്ക് ഇൻ ദ സെയിം വേ എവറി ഡേ. എല്ലാ ദിവസവും നമ്മൾ ഈ പെൻസിലും ബുക്കൊക്കെ നമ്മുടെ ബെഞ്ചിൽ വെക്കുമല്ലോ, ബെഞ്ചിലും ഡെസ്കിലും ഒക്കെ. അത് ഒരേ ഓർഡറിൽ വെച്ചില്ലെങ്കിൽ അത് അസ്വസ്ഥമാക്കും അവനെ. അപ്പോൾ അതെല്ലാം അതേ ഓർഡറിലേ അവൻ വെക്കുള്ളൂ. അടുത്തത് മൂന്നാമത്തെ, സൈമൺ ഷെയർഡ് ഹിസ് സാൻഡ്വിച്ചസ് വിത്ത് മാത്യു.
സൈമൺ എന്ത് ചെയ്തു? അവൻ്റെ സാൻഡ്വിച്ചസ് മാത്യുവിന് ഷെയർ ചെയ്യണു ബസ്സിൽ പോകുമ്പോൾ അല്ലേ. അടുത്തത് ലാസ്റ്റ് 4 ഇതാണ്. സൈമൺ ഷൗട്ടഡ് സഡൻലി നോ ടു ഹെറ്റി അറ്റ് ദ ഫൺഫെയർ. ഫൺഫെയറിൽ സൈമൺ ഹെറ്റിയോട് ഷൗട്ട് ചെയ്യണു അല്ലേ, നോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇനി ഇതിന് നമുക്ക് ഇത് തുടർന്നിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. റൈറ്റ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് സൈമൺ ഫ്രം ദ സെൻറ്റൻസസ് എബോവ്. ആ 4 സെൻറ്റൻസും വെച്ചൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ എഴുതണം. സൈമൺ വാസ് എ ലിറ്റിൽ ഡിഫറെൻറ്റ്, അത് അവർ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. സൈമൺ വാസ് എ ലിറ്റിൽ ഡിഫറെൻറ്റ്, ഒരു ചെറിയ വ്യത്യസ്തനായ കുട്ടിയാണ് അല്ലേ. ഹി ലൈക്ക്ഡ് ടു ഡു തിങ്സ് ഓൺ ഹിസ് ഓൺ, ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാനാണ് ഇഷ്ടം. സംടൈംസ് സൈമൺ വുഡ് ഗെറ്റ് ഹെൽപ്പ് വിത്ത് ഹിസ് വർക്ക് ഫ്രം എ സ്പെഷ്യൽ ടീച്ചർ. ചില സമയങ്ങളിൽ അവന് സ്പെഷ്യൽ ടീച്ചറിൻ്റെ സഹായം കിട്ടും അവൻ്റെ ഹോംവർക്കും മാർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. മാത്യു വാണ്ടഡ് സൈമൺ ടു ജോയിൻ ഹിം ഇൻ ഗെയിംസ് ബട്ട് സൈമൺ വാസ് റിലക്റ്റൻറ്റ് ടു പ്ലേ വിത്ത് ഹിം. മാത്യുവിന് സൈമണിനെ അവൻ്റെ ഗെയിംസിലൊക്കെ അവൻ കളിക്കുമ്പോഴൊക്കെ കൂട്ടാൻ അവന് ആഗ്രഹമുണ്ട്, പക്ഷേ സൈമൺ വാസ് റിലക്റ്റൻറ്റ് ടു പ്ലേ വിത്ത് ഹിം. സൈമണിന് പക്ഷേ ഇഷ്ടമല്ല അല്ലേ, ആ പ്ലേ ചെയ്യാനൊന്നും പോവില്ല. Then one day they sat near each other in the bus taking them for a fun fair. അപ്പോൾ ഒരു ദിവസം അവർ അടുത്തടുത്തിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണ്. ബസ്സിൽ ഒരു ഫൺ ഫെയറിന് പോണ സമയത്ത്, ഫെയർ കാണാൻ പോകുന്ന സമയത്ത് എന്താണ്, ഇവർ രണ്ടാളും സൈമണും മാത്യുവും അടുത്തടുത്തിരിക്കുകയാണ്. വെൻ സൈമൺ ടുക്ക് ഔട്ട് ഹിസ് സാൻഡ്വിച്ചസ് ആൻഡ് മാത്യു ആസ്ക്ഡ് ഇഫ് ഹി ലൈക്ക്ഡ് സാൻഡ്വിച്ചസ് വെരി മച്ച്. അപ്പോൾ സൈമൺ കഴിക്കാൻ വേണ്ടി സാൻഡ്വിച്ചസ് പുറത്തെടുക്കണു. അപ്പോൾ മാത്യു സൈമണിനോട് ചോദിക്കുകയാണ്, നിനക്ക് സാൻഡ്വിച്ചസ് ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ സൈമൺ എന്താ ചെയ്യണത്? സൈമൺ ആസ്ക്ഡ് ഹിം ദ സെയിം ക്വസ്റ്റ്യൻ. സൈമണും തിരിച്ച് മാത്യുവിനോട് എന്ത് തന്നെ ചോദിക്കും, നിനക്ക് സാൻഡ്വിച്ചസ് ഇഷ്ടമാണോ എന്ന് തിരിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ സ്റ്റോറി പറയുന്ന സമയത്ത് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പോഴും നമ്മളത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർ അത് കാണുക കേട്ടോ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ. ആൻഡ് ഹീ ഷെയർഡ് ഹിസ് സാൻഡ്വിച്ചസ് വിത്ത് മാത്യു. അങ്ങനെ ആ സാൻഡ്വിച്ചസ് മാത്യുവുമായിട്ട് ഷെയർ ചെയ്ത് ആര് കഴിക്കും? സൈമണും മാത്യുവും കഴിക്കും. ലേറ്റർ ആണ്. ലേറ്റർ വെൻ they were waiting in the queue for the ice cream. പിന്നീട് ഇവർ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് ക്യൂവിൽ വെയിറ്റ് ചെയ്യാണ്. ഒരു വാനൊക്കെ നമ്മൾ പറയുന്നുണ്ട്, ഐസ്ക്രീം വാനിൻ്റെ അടുത്ത് ക്യൂ ആയിട്ട് നിൽക്കുകയാണ് കുട്ടികൾ കേട്ടോ. അപ്പോൾ ആര് വരും? ഹെറ്റി. ദ ഹൊറിബിൾ ഗേൾ ട്രൈ ടു ബ്രേക്ക് ദ ക്യൂ ആൻഡ് ഗെറ്റ് ഹർ ഐസ്ക്രീം ബിഫോർ ദം. അപ്പോൾ ക്യൂ ഒക്കെ തള്ളി മറിച്ച് ആര് വരുന്നുണ്ട്? ഹെറ്റി വന്നിട്ട് ഫസ്റ്റ് നിന്നിട്ട് ഐസ്ക്രീം വാങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. ബാക്കി കുട്ടികളൊക്കെ മര്യാദയ്ക്ക് ക്യൂ നിൽക്കുന്നുണ്ട്. ക്യൂ നിൽക്കാണ്ട് ഫസ്റ്റ് തന്നെ ആര് മാറുകയാണ്? എല്ലാവരെയും തള്ളി മാറ്റി ഫ്രണ്ടിലേക്ക് പോയി നിൽക്കുകയാണ് ഹെറ്റി. ഇത് കണ്ട സൈമൺ എന്ത് ചെയ്തു? സൈമൺ സഡൻലി ഷൗട്ടഡ് നോ ടു ഹെറ്റി. പറ്റില്ല എന്ന് പറയും, നോ എന്ന് ഹെറ്റിയോട് ഷൗട്ട് ചെയ്യും. വളരെ സൗണ്ടിലാണ് കേട്ടോ ഷൗട്ട് ചെയ്യാൻ. ഷീ ഗോട്ട് അഫ്രൈഡ് ആൻഡ് റാൻ ഓഫ്. അവള് പേടിച്ച് തിരിച്ചോടും. ഇറ്റ് ഷോഡ് സൈമൺ വാസ് എ കറേജിയസ് ബോയ് ആൻഡ് ആക്ട് ബോൾഡ്ലി ഇഫ് നീഡഡ്. ഇത് കാണിച്ചു തരുന്നത് സൈമൺ ഒരു കറേജിയസ് ആയിട്ടുള്ള കുട്ടി തന്നെയാണ് ആവശ്യം വരുമ്പോൾ എന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ആക്ടിവിറ്റീസിൻ്റെ ക്ലാസ് വരുന്നത്. ആക്ടിവിറ്റീസ് എല്ലാം കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.